നമുക്ക് ഈ സെക്സിൽ ഉണ്ടാകുന്ന മറ്റ് സെക്ഷൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് സെക്ഷൽ വൈകൃതങ്ങളെ കുറിച്ച് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പറയാമോ? ഒത്തിരി ഉണ്ട് ഈ വൈകൃതങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, മൃഗങ്ങളായിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു വൈകൃതമാണ്. സ്വന്തം പാർട്ട്ണർ വേദനിക്കുമ്പോൾ മാത്രം പ്ലഷർ കിട്ടുന്നവരുണ്ട്. സാഡിസം എന്ന് പറയുന്ന ഒരു വൈകൃതമാണ്. ശ്വാസം മുട്ടിച്ചാൽ മാത്രം എനിക്ക് ഒരു റൗസൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരുണ്ട്. ലേഡീസിലാണ് അത് കൂടുതൽ കാണുന്നത്. ഹസ്ബൻഡിനോട് കഴുത്തി പിടിച്ച് ഞെക്കാനോ അല്ലെങ്കിൽ പില്ല വെച്ച് അമർത്താനൊക്കെ പറയും, എന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നവരുണ്ട്. അതും ഒരു വൈകൃതമാണ്. പിന്നെ കേട്ടിട്ടുണ്ടാവും പിഡോഫിലിയ പോലത്തെ കുട്ടികളെ സെക്സ് ചെയ്യുന്നത്, അതൊരു വൈകൃതമാണ്. അല്ലെങ്കിൽ അവരോടൊരു അട്രാക്ഷൻ തോന്നുന്നത് അങ്ങനെ ഒരു വൈകൃതമാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു വൈഫിനെ വേറെ ആളെ കൊണ്ട് സെക്സ് ചെയ്യിക്കുന്നത് കണ്ടിട്ട് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. വേറൊരു കൂട്ടരുണ്ട്, അവര് പോൺ മൂവി കണ്ട പോൺ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. അത് വൈഫിന്റെ കൂടെ സെക്സ് ചെയ്യണമെങ്കിലും ആ സെക്സ് പോണിട്ട് കണ്ടതിന് എന്നാലും അവർക്ക് ഇറക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു നേച്ചർ ഉള്ളവരുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മള് കെട്ടിയിട്ടിട്ട് സെക്സ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, BDSM പോലത്തെ ഫെറ്റിസം ഉണ്ട്. നമ്മള് ചില വസ്തുക്കളോടോ ചില സിറ്റുവേഷനോടോ ആ ഒരു വസ്തു കണ്ടാൽ മാത്രമേ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നുള്ളൂ. പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് ചെയ്താൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇങ്ങനെ ചില വൈകൃതങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ലിസ്റ്റുകളുണ്ട് ഈ വൈകൃതത്തില്. അത് വൈകൃതമായിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. വേറെ കണ്ടിട്ടുണ്ടാവും, അതായത് മറ്റുള്ളവരെ സ്വന്തം ലൈംഗിക അവയവം പ്രദർശിപ്പിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇത് ലൈംഗിക അവയവം പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതൊരു വൈകൃതം തന്നെയാണ്.